കൂട്ടായ്മയാണ് ഇസൽപടിഞ്ഞാൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ഒരു പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിനൊരു ആസ്ഥാനം കൂടി നമുക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആലോചന നമ്മുടെ മുമ്പിൽ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത നമ്മുടെ ഈ സെന്ററിൽ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാപ്പിള കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അകത്തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അതിന്റെ മത്സരങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരെയും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാക്കിയും അതുപോലെ തന്നെ ജില്ലക്കകത്തുള്ള പോപ്പുലറായ ഗായകരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സംശയങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഉൾക്കാമ്പുകളെയും കുറിച്ചുകൊണ്ടുള്ള ഒരു പഠനാത്മകമായ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ടിന്റെ കുലപതി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപിച്ചയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പാട്ടിനോടൊപ്പം തന്നെ പാടിയും അതുപോലെ തന്നെ പാട്ട് ആസ്വദിച്ചും അതുപോലെ തന്നെ സംശയങ്ങൾ നടത്തിക്കൊണ്ട് പാടുന്ന പാട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിന്റെ വശങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് എന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ 2 മാസത്തിലൊരിക്കലോ 1 മാസത്തിലൊരിക്കലോ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാപിച്ചാല് ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് ആർഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ 1-2 ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അബ്ബാസിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഈശ്വരാസ്വാദകരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഷാഫി പള്ളങ്കോടാണ്. നമ്മൾ സ്നേഹപൂർവ്വം ഷാഫിച്ച എന്ന് വിളിക്കുന്നു. ഷാഫിച്ച പഴയ പാട്ടിനെ ഹൃദയത്തിലേക്ക് നടക്കുന്ന ഒരു മഹാമനീഷി തന്നെയാണ്. നമ്മുടെ ഈ മെഹഫിൽ ഇശൽ പൊലിമ പരിപാടിയുടെ തുടക്കം കുറിക്കുകയാണ്. ഷാഫിച്ചയോട് പറഞ്ഞിരുന്നു, ഇത് വലിയൊരു പബ്ലിക് പരിപാടിയല്ല, നമുക്ക് ഒന്നിച്ചിരുന്ന് പാട്ടിനെ പറ്റി പാടിയും പറഞ്ഞു പാട്ടിന്റെ കാര്യങ്ങൾ, കഥകൾ. അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിരുന്നത് പാടിത്തീരാത്ത പാട്ടുകളും, അതാ പാടിപ്പതിഞ്ഞ പാട്ടുകളും പറഞ്ഞാൽ തീരാത്ത കഥകളുമായിട്ടാണ് നമ്മൾ ആദ്യ പരിപാടിയായി ഇതിനെ കൊണ്ടുപോകുന്നത്. ഇത് ഷാഫിച്ചെങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പാടുന്നതല്ല. കാരണം നമ്മളെല്ലാവരും കൂടെ ഈ പാട്ടിനോട് ഒത്തുചേരുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പാട്ടുകൾ ഷാഫിച്ചാനോട് പറയാം. ഷാഫിച്ച എന്ന പാട്ട് നമുക്ക് പാടാവുന്നതാണ്. പഴയ പാട്ടിന്റെ ഈരടികളാണ് ഷാഫിച്ച കൂടുതലും കൊണ്ടു നടക്കുന്നത്. നമുക്കറിയാം എസ് എം കോയയുടെ കരണം ഗീതാവലി എന്നുള്ള പാട്ട്, MA അസീസിന്റെ ക്ലാസിക് സാധനങ്ങൾ, അതുകൂടാതെ നമ്മുടെ എരഞ്ഞോളി മൂസന്റെ പാട്ടാണെങ്കിലും ഷാഫിച്ച പാടും. അധികം MA അസീസിന്റെ പാട്ടിനെയാണ് കൂടുതൽ താല്പര്യത്തോടു കൂടി സൃഷ്ടിച്ച പാട്ട് അത് ഷാഫിച്ച പാടുന്നത്. അതുകൂടാതെ AD മുഹമ്മദിന്റെ ഏറ്റവും നല്ല പാട്ടുകളും പാടും. അപ്പൊ നമ്മൾ ഈ സദസ്സിൽ നിന്ന് തന്നെ ഷാഫിച്ചയോട് ഒത്തുചേർന്ന് പാടാം, പാട്ടിനെ പറ്റി നമുക്ക് അറിയാം കൂടുതൽ. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിന്റെ വേറൊരു കാര്യം കൂടി ഷാഫിച്ചയോട് പറഞ്ഞിരുന്നു. കാരണം ഇതൊരു തുടക്കമാണ്. അത് ഷാഫിച്ചയിൽ കൂടി തന്നെ പഴയ പാട്ടിനെ സ്നേഹിക്കുന്ന കാസർഗോഡിന്റെ അനുഗ്രഹീത ഗായകനായ ഷാഫിച്ചയിൽ കൂടി തന്നെ തുടങ്ങണമെന്ന ഒരു ആഗ്രഹം നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായി. നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഷാഫിച്ചയെ ഒരു ദിവസം ഇവിടെ അതിഥിയായി എത്തിക്കണം, പഴയ പാട്ടുകളെ പറ്റി പാടിയും പറഞ്ഞും അതിനെപ്പറ്റി അറിയണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. ആ ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണം കൂടിയാണ് ഈ മെഹഫിൽ ഇന്നത്തെ വേദി.
അപ്പോൾ ഇത് വീണ്ടും ഷാഫിച്ചയോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും വരും, നിങ്ങളെ പാട്ടിനെ തേടിക്കൊണ്ട് അങ്ങോട്ടും വരും, ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ഒരു പ്രാവശ്യം വരും. അത് ഈ പാട്ടിനെ സ്നേഹിക്കുന്നവർ പരസ്പരം കൊടുക്കൽ വാങ്ങൽ എന്നുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഈ മാപ്പിളപ്പാട്ടിന്റെ. തീർച്ചയായും നമുക്ക് ഈ പരിപാടിയിലേക്ക് തുടങ്ങേണ്ടതുണ്ട്. ഇതൊരു റീസൈക്കിൾ പരിപാടിയാണ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഷാഫിച്ചാനോട് ഞാൻ പറഞ്ഞിരുന്നത്. അടുത്ത പരിപാടി നമ്മൾക്ക് ഇതുപോലെ തന്നെ കാസർഗോഡിലുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ഇത് പ്രശസ്തരായ ഗായകരെ കൂടി തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടിയും തുടങ്ങാം. ഒരു മാസാന്തരവും 2 മാസത്തേക്ക് ഒരിക്കൽ പരിപാടി വെച്ച് നടത്തിക്കൊണ്ട് നമുക്ക് വലിയൊരു പരിപാടിയിലേക്ക് നീങ്ങാം. ഇത് പാട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഷാഫിച്ച തീർച്ചയായിട്ടും തുടങ്ങും. അതിന്റെ കാര്യങ്ങൾ തന്നെ ഷാഫിച്ച നമ്മളോടൊത്ത് ഒത്തുചേർന്നുകൊണ്ട് പറയും. തീർച്ചയായും നമുക്ക് ഈ പരിപാടിയിലേക്ക് കിടക്കാം. ഷാഫിച്ചയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ വേദി ഷാഫിച്ചയിലേക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും. ഞാൻ വളരെ ആവേശത്തോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ചെറിയ മക്കളും കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് കുറെ കളർ ലൈറ്റും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ മനസ്സിൽ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ ചെറിയൊരു പേടിയാണ് തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് പാടുന്നതെന്ന് വെച്ചിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടാനും എന്റെ ഒരു പാട്ട് 2 പാട്ട് അത് നിങ്ങൾ കേൾക്കുവാനും അള്ളാഹു ഇന്ന് അതിന്റെ സമയം നിശ്ചയിച്ചത് ഇവിടെയാണ്. അള്ളാഹു എനിക്ക് പാടുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാൻ കൂടുതലും പാടുന്നത് പഴയ മാപ്പിളപ്പാട്ട് മാത്രമാണ്. അതിൽ നിന്ന് വേറൊരു സംബന്ധിച്ചാല് ഞാൻ യൂട്യൂബ് കരോക്കയിൽ പാടുന്നത് വളരെയധികം കുറവാണ്. കൂടുതൽ ഓർക്കസ്ട്രയാണ്. എന്നാലും കരോക്കയിൽ പാടുന്നത് ഞാൻ സ്വന്തം എനിക്ക് വേണ്ടി വായിപ്പിച്ചെടുത്ത കരോക്കെ മാത്രമാണ്. അതായത് ഒറിജിനൽ പാട്ട് എന്താണോ റെക്കോർഡിൽ ഇറങ്ങിയത് അതേ സാധനം വായിപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ കൂടുതലും പാടാറ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതിന് തുടക്കമാവട്ടെ. ഈ പരിപാടി മുപ്പര് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു അതിഥികളെ കൊണ്ടുവരികയും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് അറിയുകയും അതുമായി മുന്നപ്പെട്ട് ഇത് മാപ്പിളപ്പാട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടുതലുമുള്ളത്. നമ്മള് മാപ്പിളപ്പാട്ടിന്റെ പേര് പറഞ്ഞ് മാപ്പില്ലാതെ കുറേ പാട്ടുകളാണ് രംഗത്തിറങ്ങിയിരുന്നത്. നമുക്കൊക്കെ പണ്ട് പാടിത്തന്നത് MA സിസ്ക, MP ഉമർകുട്ടി, അതുപോലെ തലശ്ശേരി A ഉമർ, SM ഗോയ, KP ഖാലിദിക്ക, ബീൻകുട്ടി മാഷ്, അതുപോലെ നമ്മുടെ മൂസായനോടി, ഇവരൊക്കെ പാട്ടാണ് നമ്മൾ കൂടുതലും കേട്ട് ശീലിച്ചത്. അതുപോലെ ഫീമെയിൽ രംഗത്താണെങ്കിൽ ആയിഷത്ത, റംല ബീഗം, ഫസീൽത്ത, ഫാരിഷ ഖാൻ, ഇങ്ങനെയുള്ള ഒരുപാട്, പിന്നെ മോളിറാവു, സിബല്ല സദാനന്ദൻ, ഇവരൊക്കെ പാട്ടാണ്. മോളിറാവിന്റെ പാട്ടെന്ന് കേട്ടാൽ നമ്മുടെ ആ മനസ്സാൽ പൂരിത്തിരിക്കും. ഉദാഹരണം മോളിറാവ് പാടിയ പാട്ടാണ്. എന്ത് രസമാണ് കേൾക്കാൻ. അതുപോലെ നമ്മുടെ MP ഉമർകുട്ടി ഒരുപാട് നല്ല നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് മാപ്പിളപ്പാട്ടിന്റെ കുലപതികളുടെ എന്നെക്കാളും മുമ്പിൽ ഇരിക്കുന്നത്. MP ഉമർകുട്ടിയൊക്കെ നല്ല പാട്ട് നമുക്ക് പാടിത്തരുന്നുണ്ട്. അംബികരാജ ശിരോമണി തങ്ങളത്തിൽ എമ്പിടും ഹക്കൊടി ദീപം കണ്ണുമറഞ്ഞ ഷെരീഫിന്റെ ദിക്കുമദീനത്തേക്കൊന്നെത്തിക്കേണമേ. അമ്പരകട്ടുകളേടും പാടിയ കൺമണികൾ സുമ്മക്കിയ ആകജനാജര സൃഷ്ടി തൂവൻ കാരണദൂതർമക്കിയ ഇമ്പനബി റഹ്മത്തുള്ളിൽ ആലമീനൽ ഹമിയ ഇന്നും നാളെയും എന്നു കടാക്ഷം തന്തരുടെ സുവാസിയ മുത്തൊളി നൂറുള്ള നബി മുസ്തഫ സല്ലല്ലാഹു
നിത്യാനന്ദ പൊരുളായുത്തമ നബിയേ നബിയേ സ്വർഗ കനിയേ. എം പി മണിക്കുട്ടിന്റെ വളരെ മനോഹരമായ പാട്ടാണ്. അതുപോലെ ഹജ്ജിനായി മക്കത്തെത്തുമ്പോടി ജനമുതി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തി കേളമേ. ഹറമിന്റെ അകത്തന്നും ഇന്നും അതിർപ്പത്തിലൊഴിയുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തി കേളമേ. അതിന്റെ അവസാനം ഇരടിണ്ട് ബദറും കണ്ടത് വഹജറും നെയ്തി മനതസഭാമൾ വാഹി അമീന ബദൽ ഹുദാ നബി റൗള മദീന കാൺമാനായി ജനമെത്തി തിരുവാതിരത്തിന്റെ തിരുമണി മകുടം കാണുവാനെത്തി കേളമേ. എംപി പോരാതെ കോമഡി പാട്ടും പാടിയിട്ടുണ്ട്. അഖിലത്തെ നബിസാന്റെ പുരുക്കത്തിൽ ദോരുക്കങ്ങൾ അഭിലത്തിൽ നശിതയും ബഹളങ്ങൾ പാതക്കങ്ങൾ ആദികെട്ട് പാത്തും അത് തകർത്തിയ ചമയങ്ങൾ പൊടിക്കുന്ന തരണ്ടൽ പലരുണ്ട് അതിർപ്പങ്ങൾ കാതിൽ മിന്നിയുമേ കാതിൽ ഉമ്മത്ത് തോഴയുമേ പിന്നെ താരിയുമാരയുമേ. ഇതൊക്കെ അബ്ദുൽകുട്ടിന്റെ ഹിറ്റ് ഗാനങ്ങളാണ്. അതുപോലെ ഇതൊക്കെ എത്ര കേട്ടാലും മതി വരാത്തതാണ്. നമ്മളതിൽ ചർച്ച ചെയ്താൽ നേരം മുഴുവനോളം എം പി ബ്രൂട്ടിന്റെ പാട്ട് പാടിയാൽ നമുക്ക് തെങ്ങിൽ അത്ര പാട്ടുകൾ മുമ്പ് പാടി വെച്ചിട്ടുണ്ട്. പെണ്ണേതിന്റെ പേരെന്ത് പേരേക്ക നാടേത് നാരങ്ങ ചോദിച്ച നേരം അവൾ ചൊല്ലേ ഞാൻ ചോദിച്ച നേരം അവൾ ചൊല്ലേ. പേരേക്ക പെണ്ണീരെ കേട്ടാശിച്ചു അന്ന് ഞാനവരോട് കേട്ടു. പെണ്ണേതിന്റെ പേരെന്ത് പേരേക്ക നാടേത് നാരങ്ങ ചോദിച്ച നേരം അവൾ ചൊല്ലേ ഞാൻ ചോദിച്ച നേരം അവൾ ചൊല്ലേ. ഇങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതുപോലെ എല്ലാ കല്യാണ വീട്ടുകളിലും പാടിത്തരുന്ന ഒരു പാട്ടാണ് അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വീടിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറിവിൽ ചുമന്ന് വരുന്നമായി. ഇങ്ങനെ എംപിയുടെ പാട്ട് കഴിഞ്ഞാൽ അതന്നെ ഉണ്ടാവും നമുക്ക് നേരം കൊടുക്കുന്ന പാടാൻ. അതുപോലെ നമ്മുടെ മൂസായനോട് എത്ര നല്ല നല്ല ഗാനങ്ങളാണ് പാടി തന്നത്. ഇവിടെ മൂസായനോടിന്റെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഇവിടെ പ്രചാരത്തിൽ പാടുന്നത്. ഉദാഹരണത്തിന് മരുഭൂതടുപ്പിച്ച കരളിൽ കടക്കുന്ന കരടായി തുടിക്കുന്ന കുളിരിൽ കുളിർക്കുന്ന കാറ്റേ മെഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂതടുപ്പിച്ച കാറ്റേ. അതല്ലാതെ ഒളിക്കിടക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് നമ്മുടെ മൂസേന്റെ. പഞ്ചവർണ്ണ പൈങ്കിളി പോലും മൊഞ്ചെത്തി പഞ്ചവർണ്ണ പൈങ്കിളി പോലും മൊഞ്ചെത്തി നല്ല പഞ്ചാര പുഞ്ചിരി ചെന്തുണ്ടിൽ തട്ടി കണ്ണിടയിൽ സന്തോഷപ്പൂകിരി കെട്ടി പെണ്ണിൻ കല്യാണത്തിന്റെ ഓട്ടം വന്നെത്തി. എത്തിയ നേരം പുതുമണം പരന്നു എത്തിര പൂക്കൾ വിടർന്നു എന്തിനും ഏതിനും പുതുമ നിറഞ്ഞു. ഇതൊക്കെ മൂസാക്കാണ് പാട്ടാണ്. അതുപോലെ പത്തിരിച്ചൂടായുള്ള പച്ചവിളക്കല്ല് വെച്ച മാലയും കൊണ്ട് വരും മാലനെ രണ്ട് കണ്ണെ കാത്തിരിപ്പുണ്ട്. മുട്ടിന് മുട്ടും തരിവള കയ്യിൽ മുട്ടിച്ചിട്ടൊരു വളകളിൽ മുട്ടിച്ചുണ്ട് കടങ്ങണ്ണാരെ. ഇതും നമ്മുടെ മൂസക്കാന്റെ ഏറ്റവും നല്ല ഗാനമാണ്. അതുപോലെ പൂമകളാണ് പുന്നാരക്കാളം ഹേമങ്ങൾ വെത്ത പണി ചിത്തിരം ആഭരണ കോവണിന്റെ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഈ മഹാരന്മാർ പാടി വെച്ചു.
ഇൻഷാ അല്ലാഹ് ആദ്യമായി